Hi friends, welcome back to my channel, your online teacher. അപ്പോൾ നമ്മൾ ഇഫ് എന്ന് പറയുന്ന പോയം ഏറ്റവും അടിപൊളിയായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയമാണ് ഡെത്ത് ദ ലെവലർ ജെയിംസ് ഷിർലിയുടെ. അതും ഏറ്റവും എളുപ്പത്തിൽ വെള്ളം പോലെ നമ്മൾ ലൈൻ ബൈ ലൈൻ മീനിങ് ആണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം. The glories of our blood and state are shadows, not substantial things. അതായത് നമ്മുടെ കുലമഹിമ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്ഥാനമഹിമ എന്ന് പറയുന്നതെല്ലാം വെറും ഷാഡോ നിഴലുകൾ മാത്രമാണ്. നോട്ട് സബ്സ്റ്റൻഷ്യൽ തിങ്, പരമാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നല്ല. ദെയർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ്, വിധിക്കെതിരെ ഒരു പടച്ചട്ടയുമില്ല. അതായത് വിധി എന്നാൽ നടന്നിരിക്കും, മരണം എന്നത് ഒരാൾക്ക് വന്നിരിക്കും. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്, മരണം എന്ത് ചെയ്യും? അതിൻ്റെ തണുത്ത കരങ്ങൾ രാജാക്കന്മാരുടെ എന്ത് ചെയ്യും? രാജാക്കന്മാരുടെ മേലെ പതിക്കുമ്പോൾ, മരണത്തിൻ്റെ തണുത്ത കൈകൾ രാജാക്കന്മാരുടെ മേലെ പതിക്കുമ്പോൾ അവരുടെ കിരീടവും ചെങ്കോലും ഒക്കെ ഉണ്ടല്ലോ, സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ, ചെങ്കോലും കിരീടവും എല്ലാം എന്തു ചെയ്യും? മസ്റ്റ് ടംബിൾ ഡൗൺ, അതും നിലംപൊത്തും. And in the dust be equal made with the poor crooked scythe and spade. അതായത് അരിവാളും തൂമ്പയും ഏന്തി വളഞ്ഞു പോയ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, കർഷകർ അല്ലെങ്കിൽ പാവപ്പെട്ട ജനത, അവരുടെ ഒപ്പം തന്നെ ഈ രാജാക്കന്മാരും എന്ത് ചെയ്യും? കിരീടവും ചെങ്കോലുമായിട്ട് നടന്ന രാജാക്കന്മാരും ഈ പാവങ്ങളുടെ ഒപ്പം തന്നെ മണ്ണിൽ നിലം പൊത്തും, മരണം അവർക്ക് സംഭവിക്കും. Some men with the swords may reap the field. ചില യുദ്ധഭൂമിയിൽ യോദ്ധാക്കളെ പറ്റിയിട്ടാണ് പറയുന്നത്. അരിവാളും വെച്ചിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? മേ റീപ് ദ ഫീൽഡ്, കൊയ്യാറെന്ന് വെച്ചാൽ എനിമീസിനെ കൊല്ലാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ, അങ്ങനെ ജയിച്ച സ്ഥലത്ത് ആ ആളുകളെല്ലാം കൊന്ന് ജയിച്ച സ്ഥലത്ത് അവർ ഫ്രഷ് ലോറൽസ് നടാറുണ്ട്. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്, പക്ഷേ അവരുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബലിഷ്ഠമായിട്ടുള്ള ആ ഞരമ്പുകളും എന്ത് ചെയ്യും? ഒടുവിൽ ദേ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ, ആ ഞരമ്പുകളും എന്ത് ചെയ്യും? ഒടുവിൽ മരണത്തിന് കീഴടങ്ങും. ഏർലി ഓർ ലേറ്റ് ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്, അതായത് ഇന്നല്ലെങ്കിൽ നാളെ, എപ്പോഴെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതും എന്ത് ചെയ്യും? വിധിക്ക് മുന്നിൽ അവരും കൂപ്പുകുത്തും. ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് ദെയർ മർമറിങ് ബ്രത്ത്, അവരുടെ ആ കൂപ്പ് കുത്തുന്ന സമയത്ത് അവരുടെ ആ ഒരു ശ്വാസം ഉണ്ടല്ലോ, ആ ശ്വാസം, ആ മർമറിങ് ബ്രത്ത്, ആ ശ്വാസം അവരെ കൈവിട്ടു പോകും. എപ്പോൾ? വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. പെയിൽ എന്ന് വെച്ചാൽ വിളറിയാന്നാണ്, ക്യാപ്റ്റീവ്സ് എന്ന് വെച്ചാൽ തടവുകാരാണെന്നാണ്. അപ്പോൾ വിളറിയ തടവുകാരായി അവരങ്ങനെ ക്രീപ് ടു ഡെത്ത്, മരണത്തിലേക്ക് കീഴടങ്ങി പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവരുടെ ആ ഒരു ശ്വാസം അവരെ വിട്ടുപോകും. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ, നിങ്ങളുടെ ആ ഒരു തലയ്ക്ക് മുകളിലിരിക്കുന്ന ആ ഒരു ഗാർലൻഡ് എന്ന് പറയുന്നത് ഈ പൂക്കളൊക്കെ വെച്ചിട്ട് വയ്ക്കുന്ന ഒരു കിരീടമൊക്കെ പോലത്തെ സംഭവം. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ഐബ്രോ ഉണ്ടല്ലോ, ഐബ്രോയുടെ മുകളിലായിട്ട് നമ്മളെ നെറ്റിയുടെ ആ ഭാഗത്തേക്കായിട്ടല്ലോ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐബ്രോയുടെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു ഗാർലൻഡ്സ് അതെന്ത് ചെയ്യും? വിതർ, അത് വാടി ഉണങ്ങിപ്പോകും. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീൽസ്, അപ്പോൾ അത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിന്റെ മഹാചെയ്തികൾ, നീ ചെയ്തിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളെ പറ്റിയിട്ടൊന്നും നിനക്ക് വീമ്പ് പറയാനൊന്നും പറ്റില്ല, കാരണം നീ മരിക്കുകയാണ്. അപ്പോൾ ഡെത്ത് പർപ്പിൾ അൾത്താർ നൗ സീ വേർ ദ വിക്ടിം ബ്ലീഡ്സ്, അതായത് മരണത്തിൻ്റെ ആ ഒരു ചുവന്ന അൾത്താരയിൽ നിനക്ക് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുന്നത്? വേർ ദ വിക്ടിം ബ്ലീഡ്സ്, അതായത് ജേതാവ്, നേരത്തെ ജേതാവായിരുന്ന അവിടെ ജയിച്ച ആ യോദ്ധാവ് അല്ലെങ്കിൽ ജേതാവ് അവിടെ എന്തായിട്ട് മാറുന്നു? ബലിയാടായിരുന്ന രക്തം വാർന്നു കിടക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. അതായത് ജയിച്ചവനും തോറ്റൊന്നുമില്ല, എല്ലാവരും മരണത്തിന് മുന്നിൽ കീഴടങ്ങും, മരണപ്പെടും എന്നതാണ് പറയുന്നത്. യുവർ ഹെഡ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോം, അപ്പം നിങ്ങളുടെ ശിരസ്സുകളും എന്ത് ചെയ്യും? ആ ഒരു തണുത്ത ആ കുഴിമാടത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദിയർ ഡസ്റ്റ്, പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു മണ്ണിൽ ആ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു മണം എന്ന് പറയുന്നത് നിൻ്റെ നല്ല ചെയ്തികളുടെ, നീ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം, നീ ചെയ്ത നന്മകൾ മാത്രമാണ് അതിൻ്റെ ഒരു നറുമണം പരത്തിക്കൊണ്ട് അവിടെ ഒട്ടാകെ പരന്നു നിൽക്കുള്ളൂ എന്നതാണ് ഡെത്ത് ദ ലെവലറിൽ ഓരോ ലൈൻ ബൈ ലൈൻ മീനിങ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്